പ്രഡേറ്റർ ബാഡ് ലൈൻസ് ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ഈ സിനിമ കണ്ടോ, എങ്ങനെയുണ്ട്, വർത്താണോ? ആക്ച്വലി പ്രഡേറ്റർ ബാഡ് ലൈൻസ് ഈസ് ഗുഡ്, അടിപൊളി സിനിമയാണ്, കാണാനും നല്ലൊരു തിയേറ്ററിൽ പോയി തന്നെ കാണണം. അത്യാവശ്യം നല്ല വിഷ്വലും കാര്യങ്ങളും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസും ഒക്കെ കിട്ടും. പഴയ സിനിമകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അർണോൾഡിന്റെ സിനിമ കഴിഞ്ഞതിന് ശേഷം പ്രഡേറ്റർ സീരീസിൽ എനിക്ക് തോന്നുന്നു ഇത് അത്യാവശ്യം നല്ലൊരു മൂവിയാണ്. കില്ലർ ഓഫ് ദി കില്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബിഫോർ ദിസ്, 2025 തന്നെ. അത് അത്യാവശ്യം നല്ലതാണ്, അടിപൊളിയാണ്. അതിനുശേഷം ഇതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നന്നായിട്ട് എടുത്തിരിക്കുന്ന ഒരു സിനിമ. പിന്നെ യൂഷ്വൽ പ്രഡേറ്റർ സിനിമ കാണുന്നവർക്കാണെങ്കിൽ അറിയാം, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, സർവൈവലും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതാണല്ലോ ഏറ്റവും ഇഷ്ടം. പക്ഷേ അതല്ലാതെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹ്യൂമർ ഇതിലുണ്ട്. അതുപോലെ തന്നെ ഒരു ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസും സ്റ്റോറി ലൈനും ഒക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനൊന്നും പ്രഡേറ്റർ മൂവീസിൽ സാധാരണ വരാറില്ല. അതൊന്നും അത്ര നെസസറി ആയിട്ടുള്ളൊരു സംഭവമല്ല. എൻ്റെ മാത്രം അഭിപ്രായമല്ല, കോമൺ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സോ അത് ഞാൻ മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. എല്ലാവർക്കും അത് കണക്ട് ആവണമെന്നില്ല. പക്ഷെ എന്നാലും അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സിനിമയാണ്. അത്യാവശ്യം നമുക്ക് നല്ലൊരു എന്താ പറയുക എക്സ്പീരിയൻസ് സിനിമ തരുന്നുണ്ട്. ക്യാരക്ടർ അടിപൊളിയാണ്. പ്രഡേറ്റർ യൂഷ്വലി ഉള്ള ഒരു ക്യാരക്ടറിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് അതിൻ്റെതായ രീതികളിൽ അതൊക്കെ ആയിട്ടാണ് ആ ക്യാരക്ടറിന്റെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റോറി ലൈൻ പോകുന്നത്. അത് ഇവിടെ അവസാനിക്കുന്നില്ല, ഇനിയും ഇതിന്റെ ബാക്കി ഉണ്ടാകും. അത് നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും. സോ ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു വാച്ച് ഇറ്റ്. അത് അടിപൊളിയാണ്, കാണാനായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് അത് വന്നിരിക്കുന്നത്. സോ യു ഓൾ എന്താ പറയുക, അത് തിയേറ്ററിൽ നിന്ന് പോകുന്നതിന് മുന്നേ തന്നെ പോയി കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. എന്താ പറയുക, വർത്ത് തന്നെയാണ്.